സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായി കർഷക തൊഴിലാളി ഫെഡറേഷൻ BKMU കൃഷി നടത്തുന്നതിന്റെ ഭരണിക്കാവ് മണ്ഡലം തല ഉദ്ഘാടനം നടന്നു. കറ്റാനം മേപ്പള്ളിക്കുറ്റി ആശുപത്രിക്ക് സമീപം തരിശായി കിടന്ന ഭൂമി ഏറ്റെടുത്താണ് വിവിധ കൃഷികൾ സംയോജിപ്പിച്ച് നടപ്പാക്കുന്നത്. കേന്ദ്ര സർക്കാർ കാർഷിക മേഖലയെ അവഗണിച്ചാലും കേരളം ചേർത്ത് നിർത്തുമെന്ന് കൃഷി ഉദ്ഘാടനം ചെയ്ത ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ പറഞ്ഞു. കേന്ദ്ര സർക്കാർ കാർഷിക മേഖലയെ അവഗണിച്ചാലും സംസ്ഥാനം ചേർത്ത് നിർത്തുമെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ പറഞ്ഞു. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായി കറ്റാനം മേപ്പള്ളിക്കുറ്റി ആശുപത്രിക്ക് സമീപം തരിശായ ഭൂമി ഏറ്റെടുത്ത് വിവിധ കൃഷികൾ സംയോജിപ്പിച്ച് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ BKMU നടത്തുന്ന കൃഷിയുടെ ഭരണിക്കാവ് മണ്ഡലം തല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ. ഇപ്പോൾ രാജ്യത്താകെ കർഷകർ അതിഗംഭീരമായ സമരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 വർഷക്കാലം നീണ്ടുനിന്ന സമരം അവസാനിച്ച് വീണ്ടും സമരത്തിലേക്ക് വരികയാണ്. അപ്പോൾ കേരളത്തിൽ കുറച്ച് ഭൂമിയെ നമുക്കുള്ളൂ. ജനസാന്ദ്രത കൂടുകയും ഭൂമിയുടെ അളവ് കുറയുകയും ചെയ്യുന്ന അന്തരീക്ഷമാണുള്ളത്. ആ ഉള്ള ഭൂമിയിൽ നമുക്കാവശ്യമായിട്ടുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയണം. അതിവിടെ കിഴങ്ങ് വർഗ്ഗങ്ങൾ, കാച്ചിൽ, ചേന, ചേമ്പ്, കപ്പ, അതുപോലെ പച്ചക്കറി, അതുപോലെ തന്നെ നെല്ല്, അങ്ങനെ തുടങ്ങിയ എല്ലാ വിളകളും ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് തരിശുരഹിത കേരളം കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തതയിലേക്ക് വരിക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് BKMU, നമുക്കറിയാം, കൃഷിഭൂമിയുടെ അവകാശികൾ എന്ന് പറഞ്ഞാൽ കർഷക തൊഴിലാളികളാണ്. ആ കർഷക തൊഴിലാളികൾ പുറംതിരിഞ്ഞു നിൽക്കാൻ പാടില്ല. കൃഷിഭൂമി അവരുടേതാണ്. അതുകൊണ്ട് കർഷക തൊഴിലാളികൾ ഈ രംഗത്ത് സജീവമായി വരണം എന്നുള്ള BKMUവിന്റെ സംസ്ഥാന സമ്മേളനം തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തെ 14 ജില്ലകളിലും നമ്മൾ ഈ ഞങ്ങളും കൃഷിയിലേക്കെന്ന പദ്ധതി ഏറ്റെടുക്കാൻ BKMU തീരുമാനിച്ചത്. അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴയിലായിരുന്നു. അമ്പലപ്പുഴയിൽ 14 ഏക്കർ സ്ഥലത്ത് നമ്മൾ നെൽകൃഷി ചെയ്യാനാണ് തീരുമാനിച്ചത്. അങ്ങനെ അവിടെ വിത്ത് വിതച്ചുകൊണ്ടാണ് നമ്മൾ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചത്. തൊഴിലാളികൾക്ക് ഓണക്കോടി നൽകി ചടങ്ങിൽ ആദരിച്ചു. വയനാട് ദുരിതാശ്വാസത്തിനായി സമാഹരിച്ച വസ്ത്രങ്ങളും ഭക്ഷ്യവസ്തുക്കളും ചടങ്ങിൽ ഏറ്റുവാങ്ങി. കർഷക തൊഴിലാളികളെ സംരക്ഷിക്കാൻ കാലോചിതമായ ഭൂപരിഷ്കരണം അനിവാര്യമാണെന്നും ചിറ്റയം ഗോപകുമാർ പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അംഗം AK സജു അധ്യക്ഷനായി. ആലപ്പുഴ ജില്ലയിൽ നമ്മൾ 14 ഏക്കർ നെൽകൃഷിയാണ് ഏറ്റെടുത്തിട്ടുള്ളത്. തുടർന്ന് നമ്മൾ ആലപ്പുഴ ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളും ഇത്തരത്തിലുള്ള കാർഷിക പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആലപ്പുഴയെ സംബന്ധിച്ചുള്ള ഈ കാലാവസ്ഥയുടെ പ്രശ്നവും വെള്ളത്തിൻ്റെയൊക്കെ പ്രശ്നം കൊണ്ടാണ് പലയിടത്തും പരിപാടികൾ താമസിച്ചു പോകുന്നത്. നമ്മൾ ഈ പരിപാടി ഇപ്പം നമ്മുടെ പ്രിയപ്പെട്ട കുറച്ച് കർഷക തൊഴിലാളികളെ കൂടി ഓണക്കോടി കൊടുത്തുകൊണ്ട് ആദരിക്കുവാൻ ഇവിടെ ആഗ്രഹിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ BKMUവിന്റെ ഉത്തരവാദിത്വമാണ് വയനാട്ടിൽ മരണമടഞ്ഞ, വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങളെ സാന്ത്വനമരുളുക എന്നുള്ളത്. അത്തരത്തിൽ കുറച്ച് ഐറ്റംസും കുറച്ച് സാധനങ്ങൾ സംഘടിപ്പിച്ച് K സുകുമാരൻ പദ്ധതി വിശദീകരണം നടത്തി. സംസ്ഥാന സെക്രട്ടറി R അനിൽകുമാർ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അഡ്വക്കേറ്റ് KS രവി, KG സന്തോഷ്, മണ്ഡലം സെക്രട്ടറി N ശ്രീകുമാർ, കൃഷി ഓഫീസർ പൂജ V നായർ, T പ്രസാദ്, മഞ്ഞാടിത്തറ വിജയൻ, R രതീന്ദ്രൻ, PK തമ്പി, CK സുരേഷ് ബാബു, R ആനന്ദൻ എന്നിവർ സംസാരിച്ചു. സ്വാഗത സംഘം സെക്രട്ടറി R പ്രകാശ് സ്വാഗതവും ജില്ലാ കൗൺസിൽ അംഗം നൈനാൻ ജോർജ് നന്ദിയും പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.